بسم الله الرحمن الرحيم. أولم يكفهم أنا أنزلنا عليك الكتاب يتلى عليهم إن في ذلك لرحمة وذكرى لقوم يؤمنون قل كفى بالله بيني وبينكم شهيدا يعلم ما في السماوات والأرض والذين آمنوا بالباطل وكفروا بالله أولئك هم الخاسرون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1360 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 29ാമത്തെ അധ്യായമായ സൂറത്തുൽ അൻകബൂത്തിലെ 51, 52 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യക്ഫിഹിം അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ യുത്ലാ അലൈഹിം ഇന്ന ഫീ ദാലിക ലറഹ്മതൻ വദിക്റാ ലിഖൗമിൻ യുഅ്മിനൂൻ. قل كفى بالله بيني وبينكم شهيدا يعلم ما في السماوات والأرض والذين آمنوا بالباطل وكفروا بالله أولئك هم الخاسرون. صدق الله العلي العظيم. സൂറത്തുൽ അൻകബൂത്തിലെ 81, 82 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന ദിവ്യ വെളിപ്പാടുകൾ ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയും അദ്ദേഹം അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവിക ഗ്രന്ഥത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന വെളിപ്പാടുകളാണ്, ആയാത്തുകളാണ് എന്ന നിലക്ക് അവരോട് അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നേരിടേണ്ടി വന്ന ചില പ്രതിസന്ധികളാണ് നമ്മൾ വായിച്ചു വരുന്ന ആയത്തുകളിൽ അല്ലാഹു പ്രതിപാദിക്കുന്നത്. നേരത്തെ ഒരു പുസ്തകവും വായിച്ചിട്ടില്ലാത്ത, ഒന്നും എഴുതുവാൻ അറിയുമായിരുന്നില്ലാത്ത ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഇത്രയും വിസ്മയകരമായ സാരസമ്പുഷ്ടമായ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള താരതമ്യം ചെയ്യാൻ പോലും, മറ്റൊന്നിനോട് താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള നിസ്തുലതയുള്ള വാക്യങ്ങള് ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്ക് എഴുതിയുണ്ടാക്കിയതാണ് എന്നോ ഏതെങ്കിലും സ്രോതസ്സിൽ നിന്ന് അദ്ദേഹം പകർത്തിയെടുത്തതാണ് എന്നോ ആരോപണം ഉന്നയിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഒരിക്കലും തന്നെ കാര്യങ്ങളെ ബുദ്ധിപരമായി സമീപിക്കുന്ന ഒരാൾക്കും പറയാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. അദ്ദേഹം നിരക്ഷരനാണ്, എഴുത്തും വായനയും അറിയില്ല എന്നതിനാൽ തന്നെ അങ്ങനെ ഒരു ആലോചന തന്നെ മുന്നോട്ട് വെക്കുന്നതിന് ഒരു പ്രസക്തിയുമില്ല. അദ്ദേഹത്തിന് എഴുത്തോ വായനയോ അറിയുമായിരുന്നെങ്കിൽ ഈ മിഥ്യാവാദികൾക്ക് വല്ല ആ കാര്യം പറഞ്ഞുകൊണ്ടെങ്കിലും ചില
സംശയങ്ങൾ ഉന്നയിക്കാൻ പറ്റുമായിരുന്നു. അദ്ദേഹം സ്വന്തം നിലക്ക് ചമച്ചുണ്ടാക്കിയതാണ് എന്ന നിലക്ക്. പിൽക്കാലത്ത് ഓറിയന്റലിസ്റ്റുകളും ഇസ്ലാമിനോട് വിരോധം വെച്ച് പുലർത്തിയ പല വിഭാഗം ആളുകളും ഉയർത്തിയ ആരോപണം തന്നെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്ക് അതല്ലെങ്കിൽ ആരുടെയോ സഹായത്തോടു കൂടി എഴുതിയുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ചമച്ചുണ്ടാക്കിയതാണ് എന്നൊക്കെയാണ്. അതിന് നമ്മൾ വിശദമായിട്ട് അത് സംബന്ധമായ എന്തുകൊണ്ട് അത്തരം വാദഗതികള് തീർത്തും അടിസ്ഥാനരഹിതമാകുന്നു എന്നത് ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ വിശദമായി പഠിച്ചിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്ക് ചെയ്തതാണെങ്കിലും ആരുടെയെങ്കിലും സഹായത്തോടു കൂടി രൂപപ്പെടുത്തിയെടുത്തതാണെങ്കിലും മനുഷ്യ സാധ്യമായ ഒരു സംഗതി ആവേണ്ടതുണ്ടല്ലോ. മനുഷ്യരുടെ ഇതപര്യന്തമുള്ള ചരിത്രത്തില് ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ രചിക്കാൻ സാധിക്കേണ്ടതുണ്ടല്ലോ. അങ്ങനെ ആർക്കെങ്കിലും ഇതുപോലെയുള്ള വാക്യങ്ങള് രചിക്കാനും ജനങ്ങളെ കേൾപ്പിക്കാനും സാധിക്കുന്നുവെങ്കിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ പലർക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കും. കാരണം മനുഷ്യന്റെ രചനാ ചരിത്രം സർഗാത്മക രചനയുടെയും എഴുത്തിന്റെയും സാഹിത്യത്തിന്റെയും ഒക്കെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ആരെങ്കിലും ഒരാള് പ്രാഗൽഭ്യവും വൈദഗ്ധ്യവും കാണിച്ചുകൊണ്ടുള്ള വല്ല രചനയും നടത്തി കഴിഞ്ഞാൽ അതിലത് അവസാനിക്കുന്നില്ല. മറ്റു പലരും അതേപോലെയുള്ളതോ അതിനേക്കാൾ മെച്ചപ്പെട്ടതോ ഒക്കെ രചിച്ചു കൊണ്ടുവരിക എന്നതാണ് മനുഷ്യന്റെ രചന പാഠവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രം തന്നെ. അത് സാഹിത്യത്തിന്റെ ഏത് രൂപമാണെങ്കിലും ആദ്യമായിട്ടൊരാള് വളരെ യുണീക്കായ ഒരു ശൈലിയില് ഒരു സാഹിത്യരചന നിർവഹിച്ചു കഴിഞ്ഞാൽ അതിൽ അവസാനിക്കുകയല്ല ചെയ്യുന്നത്. അത് ഒരു മാതൃകയായി കണ്ടുകൊണ്ട് വേറെ പലരും അതുപോലെയുള്ളതോ അതിനോളം എത്തുന്നതോ ചിലപ്പോഴൊക്കെ അതിനേക്കാൾ മെച്ചപ്പെട്ടതോ ഒക്കെയായി ഉള്ള രചനകള് പരിശ്രമിക്കുകയും അത് മാറ്റുരക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് സാഹിത്യ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഉടനീളം. അപ്പൊ ഇത് ദൈവികമല്ല, മനുഷ്യന് സാധിക്കുന്ന ഒരു സംഗതിയാണ് എന്നതാണ് വാദം ഉന്നയിക്കപ്പെടുന്നതെങ്കിൽ ഇതുപോലെയുള്ളത് മറ്റു പലർക്കും കൊണ്ടുവരാൻ സാധിക്കും. മാത്രവുമല്ല നേരത്തെ തന്നെ പലരും ഇതുപോലെയുള്ളത് രചിച്ചത് ചരിത്രത്തിൽ കാണാനും സാധിക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ല വിശുദ്ധ ഖുർആന്റെ വാക്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാഥാർത്ഥ്യം എന്നതാണ് പലയിടങ്ങളിലായിട്ട് വിശുദ്ധ ഖുർആൻ വെളിപ്പെടുത്തിയിട്ടുള്ളത്, സൂചിപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വന്തം നിലക്ക് ചമച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സംഗതിയല്ല ഇത് എന്നത് ബോധ്യപ്പെടുത്തുന്ന വളരെ സുപ്രധാനമായ ഒരു കാര്യം വെളിപ്പെടുത്തുകയുണ്ടായി. അള്ളാഹു പറയുകയുണ്ടായി, താങ്കൾ നേരത്തെ ഇതിനു മുമ്പ് ലിഖിതമായ യാതൊന്നും വായിക്കാൻ കഴിയുന്നവനായിരുന്നില്ല. അതുപോലെ താങ്കളുടെ വലത് കൈ കൊണ്ട് എന്തെങ്കിലും കുത്തിക്കുറിക്കുവാൻ കഴിയുന്ന ആളായിരുന്നില്ല. അങ്ങനെയുള്ള സാക്ഷരത താങ്കൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ സത്യത്തെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ബാത്തിലിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതൊരു സംശയത്തിനുള്ള അടിത്തറയായി ആധാരമായി ഉന്നയിക്കാമായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇത് അള്ളാഹുവിൽ നിന്നുള്ള താക്കീതായും സന്തോഷ വാർത്തയായും അവതരിപ്പിക്കപ്പെട്ട വൃത്താന്തങ്ങളാവുകയല്ലാതെ മറ്റൊരു സ്പേസിലും മറ്റൊരു സ്ലോട്ടിലും നമുക്ക് കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ഒരാളുടെ പേരിൽ ഒരു കാലഘട്ടത്തിലെ പ്രതിഭാധനനായ ഒരു എഴുത്തുകാരന്റെ സർഗസൃഷ്ടി എന്നുള്ള നിലക്കൊന്നും കൊണ്ടുപോയിട്ട് നമുക്കൊരു സ്ലോട്ടിൽ അങ്ങ് ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഖുർആൻ. അതിനെ യുക്തിയുക്തമായ രീതിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കും പറയാൻ കഴിയാത്ത
കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള വളരെ നിസ്തുലതയുള്ള ശൈലി അവലംബിച്ചുകൊണ്ടുള്ള ഒരു സംഗതിയാണിത് എന്നത്, അതും അത് അവതരിച്ച കാലഘട്ടത്തിൽ മനുഷ്യനോ അല്ലെങ്കിൽ ഏത് സൃഷ്ടിക്കോ ആലോചിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള വളരെ കൃത്യതയും പെർഫെക്ഷനും ഉള്ള ഒരു അട്ടറൻസ് ആണ്, ഒരു രചനയാണ് ഇത് എന്നത് എല്ലാവർക്കും ബോധ്യപ്പെടും. ഇന്ന് കമ്പ്യൂട്ടറിന്റെ ഒക്കെ സഹായത്തോടു കൂടി അങ്ങനെ ഒരു ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ ലേണിംഗ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടേഷണൽ ഖുർആനിക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കമ്പ്യൂട്ടർ പഠനത്തിന്റെ, കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ബ്രാഞ്ച് തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. കമ്പ്യൂട്ടറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഖുർആൻ പഠനം, അതിലെ വളരെ കണിശമായ കൃത്യമായ പ്രയോഗങ്ങളും അക്ഷരങ്ങളുടെ സെലക്ഷനും ഒക്കെ കമ്പ്യൂട്ടറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൃത്യതയോടുകൂടി പഠിക്കുന്ന ഒരു പഠന മേഖലയാണ്. അപ്പോ ഈ ഒരു കാലഘട്ടത്തില് പോലും അതിഗംഭീരമായ വിസ്മയകരമായ ഒരു സംഗതിയായിട്ട് ഖുർആൻ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആലോചനകൾ പോലും രൂപപ്പെട്ടിട്ടില്ലാത്ത ഒരു 1500 വർഷം മുമ്പത്തെ ലോകത്ത് മനുഷ്യന്റെ സർഗാത്മകത കൊണ്ട് രചിക്കാൻ സാധിച്ചു എന്ന നിലക്ക് ഈ ഖുർആൻ ഒരാൾക്കും പരിചയപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ ഒരു സ്ലോട്ടിൽ അത് കൊണ്ടുപോയി വെച്ച് നമുക്കത് അതിനെ അങ്ങ് നിർവചിച്ച് നിർത്തിക്കളയാം എന്ന് സങ്കല്പിച്ചത് കൊണ്ട് ഒരാൾക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല, സാധ്യമല്ല. അത്രയും നിസ്തുലത അടങ്ങിയിട്ടുള്ള ഒരു അട്ടറൻസ് ആണ്, അല്ലെങ്കിൽ ഒരു രചനയാണ് ഖുർആൻ എന്നത്. അതിനെ വളരെ ഭാഗികമായിട്ടെങ്കിലും പഠിക്കാൻ ശ്രമിച്ച ആളുകൾക്ക് പോലും ബോധ്യപ്പെടും. ഇതിനെ തുടർന്ന് അള്ളാഹു ചോദിക്കുകയാണ്, പരോക്ഷമായിട്ട് സമൂഹത്തോട് ചോദിക്കുന്ന, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കാര്യം. ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകൾ നോക്കുക. അവലം യക്ഫിഹിം, അവർക്ക് മതിയായതല്ലേ, അവർക്ക് തികവാർന്നതായിട്ടില്ലേ, അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ യുത്ലാ അലൈഹിം, അവർക്ക് ഓതി കേൾപ്പിക്കപ്പെടുന്ന, അവർക്ക് പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെടുന്ന ഒരു വേദഗ്രന്ഥം നാം താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നു എന്നത് അവർക്ക് മതിയായിട്ടില്ലേ എന്നാണ് ചോദ്യം. അപ്പൊ ഈ ചോദ്യത്തിന്റെ മുന എന്താണ് എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അവർക്ക് മതിയായിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്, അവർക്ക് തികഞ്ഞതായിട്ടില്ലേ എന്ത് കാര്യത്തില് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടി വരിക. അള്ളാഹുവിന്റെ പ്രവാചകൻ അവകാശപ്പെടുന്നത് പോലെ അദ്ദേഹം ദൈവിക വെളിപ്പാടുകൾ ലഭിക്കുന്ന പ്രവാചകനാണ് എന്ന കാര്യം അവർക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു ദൃഷ്ടാന്തമായിട്ട് ഈ ഗ്രന്ഥം താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു എന്നത്, അവരെ ഓതി കേൾപ്പിക്കുന്ന വിധത്തില് അവതരിപ്പിച്ച് തന്നിരിക്കുന്നു എന്നത് അവർക്ക് തെളിവായിട്ട് മതിയായിട്ടില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഈ ഖുർആൻ തന്നെ പോരെ അള്ളാഹുവിന്റെ പ്രവാചകൻ ദൈവിക വെളിപ്പാട് ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന ദൈവിക ദൂതനാണ് എന്ന കാര്യത്തിന് അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ട തെളിവായിട്ട് എന്നതാണ് ചോദ്യം. അവർക്ക് അത് മതിയായിട്ടില്ലേ, അവർക്കത് പോരെ? ഈ ഖുർആൻ നൽകപ്പെട്ടിട്ട് അവർക്ക് ഓരോരുത്തർക്കും കേൾക്കാൻ കഴിയുന്ന വിധത്തിൽ, പാരായണം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ അങ്ങനെ ഒരു ഗ്രന്ഥം നിരക്ഷരനായ ഈ മനുഷ്യന് അവതരിപ്പിക്കപ്പെട്ടിട്ട് അത് തെളിവായിട്ട് പോരാ എന്നാണോ ഇവർ കരുതുന്നത്? ഇനി വടിയും പാമ്പും ഒക്കെ വേണ്ടി വരുമോ? ഇതാണ് ചോദ്യം. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്നതിനുള്ള സാക്ഷ്യമായിട്ട് അദ്ദേഹത്തിനായിട്ട് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അവർക്കൊക്കെയും ഓതി കേൾപ്പിക്കപ്പെടുന്ന വിധത്തിലുള്ള ഈ ദൈവിക വാക്യങ്ങൾ അടങ്ങിയ കിതാബാണ്. അതവർക്ക് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രവാചകത്വം ബോധ്യപ്പെടുത്തുവാൻ
മതിയായതായിട്ടില്ലേ എന്നതാണ് ചോദ്യം. ഇത് ഓരോരുത്തരും മനസ്സ് തട്ടി അഭിസംബോധന ചെയ്യേണ്ട, അഡ്രസ് ചെയ്യേണ്ട, അല്ലെ അഭിമുഖീകരിക്കേണ്ട ഒരു ചോദ്യമാണ്. പൊതുവായിട്ട് ഈ ചോദ്യത്തെ സമീപിക്കാൻ സാധ്യമല്ല. ഓരോരുത്തരും വിലയിരുത്തുകയാണ് വേണ്ടത്. ഈ ദൈവിക വെളിപ്പാടുകൾ ഇത് കൊണ്ടുവന്ന പ്രവാചകന് സാക്ഷ്യമായിട്ട്, അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനാണ് എന്നതിനുള്ള സാക്ഷ്യമായിട്ട് മതിയായതാണോ അല്ലേ എന്നത്. മനുഷ്യൻ സ്വന്തം സാധ്യതകളെയും അവസ്ഥകളെയും ഒക്കെ കുറിച്ച് നടത്തുന്ന രചനകൾ പോലും, സ്വന്തത്തെക്കുറിച്ച് നടത്തുന്ന രചനകൾ പോലും പലപ്പോഴും അയാൾക്ക് എതിരിലുള്ള സാക്ഷ്യങ്ങളൊക്കെ ആയിരുന്നു വരും. പക്ഷെ ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാചകങ്ങള് നിരക്ഷരനായ ഒരു മനുഷ്യന്, എഴുത്തറിയാത്ത, വായന അറിയാത്ത ഒരാൾക്ക് സ്വന്തം നിലക്കോ ആരുടെയെങ്കിലും സഹായത്തോടെയോ കേൾപ്പിക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല എന്ന കാര്യം ബോധ്യപ്പെട്ടുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന കാര്യം മനസ്സിലാക്കാൻ അവർക്ക് മതിയായ തെളിവ് ആയിട്ടില്ലേ എന്നതാണ് അള്ളാഹുവോട് ഉന്നയിക്കുന്ന ചോദ്യം. അവലം യക്ഫിഹിം, കഫ എന്ന് പറഞ്ഞാൽ തികഞ്ഞു, മതിയായി എന്നൊക്കെയാണ് അർത്ഥം. കാഫി എന്ന് അങ്ങനെ ഒരുപാട് വാക്കുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. കഫ യക്ഫി, അവലം യക്ഫിഹിം, അവർക്ക് മതിയായതായിട്ടില്ലേ, അന്ന അൻസൽന അലൈക്കൽ കിതാബ, താങ്കൾക്ക് നാം ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു, യുത്ല അലൈഹിം, അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെടുന്ന വിധത്തിൽ, അത് അവർക്ക് മതിയായതായിട്ടില്ലേ അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിനുള്ള സാക്ഷ്യമായിട്ട് എന്നതാണ് ചോദ്യം. ഇന്ന ഫീ ദാലിക, നിശ്ചയമായിട്ടും ഈ കിതാബില് അടങ്ങിയിട്ടുണ്ട്, റഹ്മതൻ, കാരുണ്യം, വദിക്റ, ഓർമ്മപ്പെടുത്തൽ, ഉത്ബോധനം, ലിഖൗമി യുഅ്മിനൂൻ, വിശ്വാസത്തിലൂടെ മനഃശാന്തി നേടാൻ സന്നദ്ധതയുള്ള ആളുകളുടെ കാര്യത്തില് അവർക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ദൈവിക കാരുണ്യവും ദൈവികമായ ഓർമ്മപ്പെടുത്തലും ഉത്ബോധനവും ഈ കിതാബിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്. വിശ്വാസം പക്ഷെ ഓരോരുത്തർക്കും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സ്വന്തം മനസാക്ഷിയോട് സംവദിച്ചുകൊണ്ട് ഉണ്ടായി വരേണ്ട ഒരു കാര്യമാണ്. ഈ എന്റെ മുന്നിൽ എത്തിയിരിക്കുന്ന ആള് അള്ളാഹുവിന്റെ പ്രവാചകനാണോ, അദ്ദേഹം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവിക വചനങ്ങളാണോ എന്നത് ഓരോരുത്തരും സ്വന്തം മനസാക്ഷിയോട് സംവദിച്ചുകൊണ്ട്, മനസാക്ഷിയോട് കാര്യങ്ങൾ കൂടിയാലോചിച്ചുകൊണ്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ആ തീരുമാനത്തിലാണ് അയാളുടെ അമ്ന് നിലനിൽക്കുന്നത്. അയാൾക്ക് അനുഭവിക്കേണ്ടിയിരിക്കുന്ന മനഃശാന്തി, സമാധാനം അയാൾ അനുഭവിക്കാനിരിക്കുന്നത് അതിലാണ്. അപ്പോൾ വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധത ഉണ്ടാവുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും സ്വന്തം സ്വകാര്യതകളിൽ നിന്നുകൊണ്ടുള്ള ഒരു തീരുമാനമാണ്. വിശ്വസിക്കാനുള്ള സന്നദ്ധതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന, ഈ കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഖുർആനിൽ അവർക്കുള്ള കാരുണ്യമുണ്ട്, അതേപോലെ അവർക്കുള്ള ഓർമ്മപ്പെടുത്തലും ഉണ്ട്. ഓർമ്മപ്പെടുത്തലിന് വിശാലമായ അർത്ഥതലങ്ങളുണ്ട്. കാരുണ്യവും, അള്ളാഹുവിന്റെ കാരുണ്യം എന്ന നിലക്ക് ഈ ഭൂമുഖത്ത് മനുഷ്യന് ഏറ്റവും ഏറെ ആവശ്യമുള്ളത് ജീവിതം എന്താണ് എന്ന് പറഞ്ഞു തരുന്ന ഒരു മാർഗദർശനമാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ, ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നുകൊണ്ട് മനുഷ്യ സമൂഹത്തിൽ വലിയ വിള്ളലുണ്ടാക്കുന്നത്, സംഘർഷവും സംഘട്ടനവും വെല്ലുവിളിയും താൻപോരിമ കാണിക്കലും അങ്ങനെയൊക്കെയായിട്ട് മനുഷ്യര് മൗലികമായ യാതൊരു ആലോചനയും ഇല്ലാതെ സംഘട്ടനത്തിലേക്കും സംഘർഷത്തിലേക്കും യുദ്ധത്തിലേക്കും ഒക്കെ നീങ്ങുന്ന മനുഷ്യരാശി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. യഥാർത്ഥത്തിൽ ദൈവികമായ ഒരു മാർഗദർശനം ലഭിച്ചിട്ടുള്ള ഒരു സമൂഹത്തിന്
എന്തിനു വേണ്ടി നിലകൊള്ളണം, എന്തിനു വേണ്ടി ജീവിക്കണം, എന്തിനു വേണ്ടി പോരാടണം, എന്തിനു വേണ്ടിയാണ്, എന്താണ് ഉയർത്തിപ്പിടിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാവും, കൃത്യമായ ഒരു ധാരണ ഉണ്ടാവും. അത് ആണ് ദൈവിക മാർഗദർശനം. ദൈവിക മാർഗദർശനം എന്ന കാരുണ്യം, ആ റഹ്മത്ത്, ഇതില് വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആനിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വിശ്വാസം പക്ഷെ മറ്റ് ബാഹ്യമായിട്ട് ആർക്കും കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ബാഹ്യമായിട്ട് ആർക്കും മറ്റൊരാളെ നിർബന്ധിച്ച് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ നിർബന്ധിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് മനസാക്ഷിയോട് സംവദിച്ചുകൊണ്ട്, മനസാക്ഷിയോട് കൂടിയാലോചിച്ചുകൊണ്ട് ഒരാള് സത്യസന്ധമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരുന്ന ഒരു വിഷയമാണത്. സ്വന്തം മനസാക്ഷിയോട് കൂടിയാലോചിച്ചുകൊണ്ട് ഒരാള് കാര്യങ്ങളെ ഹെക്കായി ബോധ്യപ്പെടുമ്പോ അതാണ് ഈമാൻ. അതാണ് അയാൾക്ക് മനസ്സമാധാനം പകർന്നു കൊടുക്കുന്ന കാര്യം. അങ്ങനെ മനസ്സമാധാനം ലഭിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ദൈവിക മാർഗദർശനം എന്ന കാരുണ്യം, അത് അള്ളാഹ് റഹ്മത്തായിട്ട് തന്നിരിക്കുന്ന ഒരു സംഗതിയാണ്. അതിന്റെ അസാന്നിധ്യം, അതിന്റെ അഭാവം ഒരാളുടെ ജീവിതത്തെയും ഒരാളുടെ മനസ്സിന്റെ പ്രവർത്തനങ്ങളെയും പോലും എത്രത്തോളം ഇരുളടഞ്ഞതാക്കി മാറ്റും എന്നത് നമ്മൾ നിരന്തരം നമ്മുടെ ചുറ്റുപാടുകളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന, കൊല്ലുന്ന, രക്തമൊഴുക്കുന്ന, അതുപോലെ വാശിയും വീറും ഒക്കെ കാണിച്ചുകൊണ്ട് പരസ്പരം പോരടിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യന് കൃത്യമായ ഒരു ദിശാബോധം ഇല്ലാത്തത് കൊണ്ടാണ്. മനുഷ്യന് ഒരു ആദർശബോധം ഇല്ലാത്തത് കൊണ്ടാണ്. മനുഷ്യന് ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു വിശ്വാസം അവനിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ സ്വന്തം മനസാക്ഷിയോട് കൂടിയാലോചിച്ചുകൊണ്ട് ഹക്ക് തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഈമാൻ എന്ന് പറയുന്ന കാര്യം. ആ ഈമാൻ ഉൾക്കൊള്ളാൻ സന്നദ്ധരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്നു കൊടുക്കുന്ന ഒരു മാർഗദർശനമാണ് ദൈവികമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കാരുണ്യം. അത് അവർക്കുള്ള ദിക്റ കൂടിയാണ്, ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ആദിയിൽ തന്നെ മനുഷ്യൻ അള്ളാഹുവുമായിട്ട്, മുഴുവൻ മനുഷ്യാത്മാക്കളും അള്ളാഹുവുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അക്കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളോട്. അള്ളാഹുവിനെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിനെ, ഏകനായ തമ്പുരാനെ ഇലാഹായിട്ട് അംഗീകരിച്ചുകൊണ്ട് അവനുമായി പ്രതിജ്ഞയിൽ ഏർപ്പെട്ട മനുഷ്യാത്മാക്കളാണ് നമ്മുടെ മുന്നിലുള്ളതൊക്കെയും തന്നെ. പക്ഷെ മനുഷ്യൻ അത് വിസ്മരിപ്പിക്കപ്പെട്ടതാണ്. അത് ഓർമ്മിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അത് ഓർമ്മിപ്പിക്കുന്നത് പ്രവാചകന്മാർ മുഖേനയാണ്. പ്രവാചകന്മാർക്ക് ലഭിച്ചിട്ടുള്ള വെളിപാടുകളിലൂടെയാണ് മനുഷ്യന്റെ ആ പൂർവകാല സംഭവങ്ങളൊക്കെ ഓർമ്മിപ്പിക്കപ്പെടുന്നതും മനുഷ്യൻ അവന്റെ യുക്തിപരത അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങളെ തിരിച്ചറിയുന്നതും ഒക്കെ തന്നെ. അള്ളാഹു വ്യക്തമാക്കുന്നത് വിശ്വാസ സന്നദ്ധതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ തീർച്ചയായിട്ടും ദൈവിക കാരുണ്യം ഉണ്ട്, അതുപോലെ ഓർമ്മപ്പെടുത്തലും ഉണ്ട്, ഉത്ബോധനമുണ്ട്. എന്നിട്ട് തുടർന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു നിർദ്ദേശം നൽകുകയാണ്. ഫുൽ പ്രവാചകരെ ഇങ്ങനെ പറയുക, കഫാ ബില്ലാഹ്, അള്ളാഹു മതി, ബൈനീ വ ബൈനക്കും, എനിക്കും നിങ്ങൾക്കും ഇടയിൽ, ഷഹീദ, സാക്ഷിയായിട്ട്, എനിക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷിയായിട്ട് അള്ളാഹു ധാരാളം മതി. പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഞാൻ നിങ്ങളുടെ മുന്നില് ദൈവിക സന്ദേശവുമായിട്ട് ആഗതനായി, നിങ്ങൾ അത് കേട്ടു, പറയേണ്ട കാര്യങ്ങൾ വ്യക്തതയോടുകൂടി ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു, നിങ്ങൾക്ക് അത് കേൾക്കാനുള്ള അവസരം ഉണ്ടായി. ഞാൻ എങ്ങനെ അത് നിർവഹിച്ചു, നിങ്ങൾ എങ്ങനെ അതിനോട് പ്രതികരിച്ചു, ഈ കാര്യത്തിലൊന്നും കൂടുതലായിട്ട് സാക്ഷ്യം എനിക്ക് ആവശ്യമില്ല. അത് അള്ളാഹു മതി. സാക്ഷിയായിട്ട് ഞാൻ ദൈവിക സന്ദേശം നിങ്ങളെ കേൾപ്പിച്ചു, നിങ്ങൾ അത് കേട്ടു എന്നതിനുള്ള നമുക്കിടയിൽ നടന്ന ഇടപാടുകളുടെ കാര്യത്തിൽ സാക്ഷിയായിട്ട് അള്ളാഹു ധാരാളം മതി. ഫുൽ പറയുക, കഫാ ബില്ലാഹി ബൈനീ വ ബൈനക്കും ഷഹീദ, എനിക്കും നിങ്ങൾക്കും ഇടയിൽ
ഇവിടെയുള്ള ഒരു 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 ഇടപാട് എന്ന് പറയുന്നത് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ദൈവിക വെളിപ്പാടുകളിൽ അടങ്ങിയ സന്ദേശമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹവുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. സമൂഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരു സന്ധിക്കുന്നതിനോ ഇടയുന്നതിനോ സംവദിക്കുന്നതിനോ ഉള്ള ഒരു അടിസ്ഥാനം അതാണ്. ആ അടിസ്ഥാനം ഇവിടെ ശരിയായ വിധത്തിൽ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന് സാക്ഷിയായിട്ട് അള്ളാഹു മതി. കഫാ ബില്ലാഹി ബൈനി വ ബൈനക്കും ഷഹീദ യഅലമു മാ ഫിസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളിലുള്ളതൊക്കെയും തന്നെ അവൻ അറിയാം. ഈ പ്രപഞ്ച സാകല്യത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ ഏറ്റവും രഹസ്യമായ ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ വരെ കൃത്യമായിട്ട് അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് ആരുടെയെങ്കിലും മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണില് ഈ ആയാത്തുകൾ വല്ല സ്പർശനവും ഉണ്ടാക്കിയോ അതിൽ വല്ല കഴമ്പുമുണ്ടോ എന്ന ഒരു ആലോചന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കാൻ ബുദ്ധിപരമായ ഒരു സമീപനം സ്വീകരിക്കാൻ അള്ളാഹു അയാൾക്കൊരു അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അതിനെ തുടർന്ന് അയാൾ അത് മൂടിയിട്ട് കളയുകയാണ് എങ്കിൽ, എന്നിട്ട് ബാത്തിലിന്റെ ആളായിട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ സൂക്ഷ്മമായ അതീവ രഹസ്യമായ കാര്യങ്ങൾ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെ ഏത് കോണിൽ സംഭവിക്കുന്ന കാര്യമാണെങ്കിലും അത് അള്ളാഹു തീർച്ചയായിട്ടും അറിയും. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള സാക്ഷിയായിട്ട് കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ട ന്യായമായി സാക്ഷിയായി അള്ളാഹു ധാരാളം മതി. അപ്പോ കഫാ ബില്ലാഹി ബൈനി വ ബൈനക്കും ഷഹീദ യഅലമു മാ ഫിസ് സമാവാതി വൽ അർള് വല്ലദീന ആമനൂ ബിൽ ബാത്തിൽ. ഇനി മിഥ്യയിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ, സത്യത്തിലല്ല, ഹഖിലല്ല, ബാത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. മിഥ്യയിൽ വിശ്വസിക്കുന്ന ആളുകൾ, മിഥ്യയിൽ മനഃശാന്തി തേടുന്നവർ, മിഥ്യയിൽ സമാധാനം തേടുന്ന ആളുകൾ, അതിന്റെ പുറകെ പോയി അതില് കണ്ണടച്ച് അങ്ങ് വിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ. മിഥ്യകൾക്ക് ഒരുപാട് രൂപമുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും ഒന്നിനെ ചൂണ്ടിക്കാണിക്കുന്നതിന് അർത്ഥമൊന്നുമില്ല. ഒരുപാട് മിഥ്യകളുണ്ട്. സത്യമേ ഒന്ന് മാത്രമായിട്ടുള്ളതുള്ളൂ. അപ്പോ ഈ മിഥ്യകളിലാണ് ആരെങ്കിലും വിശ്വാസം ഉൾക്കൊള്ളുന്നത് എങ്കിൽ, അസത്യത്തിലാണ് ഒരാള് വിശ്വാസം ഉൾക്കൊള്ളുന്നതെങ്കിൽ, എന്നിട്ട് മനസ്സിനെ അതിലാണ് അവൻ ആങ്കർ ചെയ്യിക്കുന്നതെങ്കിൽ, വകഫറൂ ബില്ലാഹ്, സ്വാഭാവികമായിട്ടും അതിന് സമാന്തരമായിട്ട് അവൻ അള്ളാഹുവിൽ അവിശ്വസിക്കുന്നവനും അള്ളാഹുവിനെ നിഷേധിക്കുന്നവനുമായി മാറും. മിഥ്യയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അവിശ്വസിക്കുന്നു, സത്യത്തെ ഉൾക്കൊള്ളാതിരിക്കുന്നു എന്നാണ് അർത്ഥം. അത് രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ട് പുറങ്ങളാണ്, രണ്ട് വശങ്ങളാണ്. മിഥ്യയിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവരാണ് ഏറ്റവും വലിയ നഷ്ടം ഏറ്റുവാങ്ങുന്ന ആളുകൾ എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. മിഥ്യയിൽ വിശ്വസിക്കുക എന്നത് വലിയ പ്രയാസമുള്ളൊരു സംഗതിയൊന്നുമല്ല. അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയൊന്നും വേണ്ടതില്ല. സത്യം ബോധ്യപ്പെടാനുള്ള ശ്രമം നടത്തി ഹക്കാണെന്ന് ബോധ്യപ്പെടുന്ന മുറക്ക് അത് സ്വീകരിക്കാനാണ് പ്രയാസം ഉണ്ടാവുക. അത് സ്വീകരിക്കാത്ത ആളുകളൊക്കെയും തന്നെ മിഥ്യയിലാണുള്ളത്. മിഥ്യക്ക് ഒരുപാട് രൂപങ്ങൾ ഉണ്ടാവും. അത് പല പേരുകളിലും പല രൂപത്തിലും ഒക്കെ ഇതൊക്കെയും തന്നെ മിഥ്യയാണ്. അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് സത്യം പിന്തുടരുന്ന ഒരാളായി മാറാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അയാള് പിന്നെയുള്ളത് ബാത്തിലിലാണ്. അപ്പോ ഈ ബാത്തിലിന്റെ ആളായിട്ട് ഒരാള് അതിൽ സമാധാനം കണ്ടെത്താനാണ് ഒരാള് തുനിയുന്നതെങ്കിൽ, ബാത്തിലിലാണ് ഒരാൾ വിശ്വാസം രേഖപ്പെടുത്തുന്നതെങ്കിൽ, എന്നിട്ട് അള്ളാഹുവിൽ അവിശ്വസിക്കുകയും അള്ളാഹുവിനെ നിഷേധിക്കുകയുമാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ ഉലൈക ഹുമുൽ ഖാസിറൂൻ, അത്തരം ആളുകൾ അവരാണ് ഏറ്റവും വലിയ നഷ്ടകാരികൾ എന്നാണ് അള്ളാഹുവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. അത് കൂടുതൽ വിശദാംശങ്ങളൊന്നും നൽകപ്പെടേണ്ട കാര്യമൊന്നുമല്ല. അവരെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ബുദ്ധി പ്രയോജനപ്പെടുത്തിയത് ഏറ്റവും ഫലശൂന്യമായ കാര്യങ്ങൾക്കാണ്.
അള്ളാഹു നൽകിയിട്ടുള്ള അവസരം, ജീവിതാവസരം നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് ഫലശൂന്യമായ കാര്യങ്ങൾക്കാണ്. അള്ളാഹു നൽകിയ വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു ഗുണവും ഇല്ലാത്ത, അയാൾക്ക് ഒരു പ്രയോജനം ചെയ്യാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. കാരണം അടിസ്ഥാനപരമായി ഹക്ക് ഉൾക്കൊണ്ട ആൾക്ക് മാത്രമേ ഇതൊക്കെ ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. സത്യം തിരിച്ചറിയുകയും ഉൾക്കൊള്ളുകയും അത് പിന്തുടരാമെന്ന് തീരുമാനിക്കുകയും ചെയ്ത ഒരാൾക്ക് മാത്രമേ അയാളുടെ ജീവിതാവസരം പ്രയോജനപ്പെടുത്താൻ കഴിയുള്ളൂ, അയാളുടെ ആരോഗ്യം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ, അയാൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്ത് ശരിയായ വിധത്തിൽ വിനിയോഗിക്കാൻ കഴിയുള്ളൂ, അയാളുടെ ചിന്തയും അതുപോലെ അയാളുടെ ആലോചനയും അയാളുടെ ഒഴിവു സമയവും ഒക്കെ തന്നെ അയാൾക്ക് ഗുണകരമായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുള്ളൂ. ബാക്കിയുള്ളവരുടെ ബാത്തിൽ പിന്തുടരുന്ന ആളുകളുടെ കാര്യത്തിൽ, അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ ഇതൊക്കെ അയാൾക്ക് നഷ്ടം മാത്രമേ വരുത്തുകയുള്ളൂ എന്നത് അയാൾ വൈകാതെ തന്നെ തിരിച്ചറിയും. വിശുദ്ധ ഖുർആൻ ഈ കാര്യം നമ്മളോട് പലയിടങ്ങളിലായിട്ട് ബോധ്യപ്പെടുത്തി തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരക്ഷരത എന്നൊരു വിഷയം ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, പല ആംഗിളിൽ നിന്ന് വിലയിരുത്തപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ചിന്മയ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്, മുഹമ്മദ് നബിയുടെ കാലത്ത് അറബി അക്ഷരമാല പോലും പൂർണ്ണമായിരുന്നില്ല, വള്ളിപുള്ളികൾ പോലും ഇല്ലായിരുന്നു, ഖുർആൻ പോലും ഓർമ്മയിൽ വെച്ചാണ് നിലനിർത്തിയിരുന്നത്. അതിന്റെ ബാക്കി ഭാഗം ഞാൻ ഇതിനോട് പ്രതികരിച്ചിട്ട് വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അറബി അക്ഷരമാല പോലും ഉണ്ടായിരുന്നില്ല എന്നത് അദ്ദേഹത്തിന്റെ അജ്ഞത മാത്രമാണ് വെളിപ്പെടുത്തുന്നത്. അറബി അക്ഷരമാലയിൽ തന്നെയാണ് അക്കാലഘട്ടത്തില് കവിതകള് രചിക്കപ്പെട്ടിരുന്നതും അത് കഅബയുടെ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്നതും ഒക്കെ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് ലഭിക്കുന്നതിന്റെയും വഹി ലഭിച്ചു തുടങ്ങുന്നതിന്റെയും ഒക്കെ മുമ്പ് അറബി ഭാഷയിൽ ഉണ്ടായിരുന്നതല്ലാത്ത ഒരു പുതിയ അക്ഷരവും ഇന്ന് വരെ അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടില്ല. എത്ര അക്ഷരങ്ങളാണോ നുബൂവത്തിന്റെ മുമ്പ് ഉണ്ടായിരുന്നത് അത്രയും അക്ഷരങ്ങൾ തന്നെ ഇന്നുള്ളൂ. പുതിയ അക്ഷരങ്ങൾ അറബി, ഈ മലയാളം പോലെയുള്ള അല്ലെങ്കിൽ ഉറുദു പോലെയുള്ള ഭാഷകളിൽ പുതിയ അക്ഷരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് കാണാം. പക്ഷെ അറബി ഭാഷയിൽ ഖുർആൻ അവതരിക്കുന്നതിന്റെ മുമ്പുണ്ടായിരുന്ന അക്ഷരങ്ങളല്ലാത്ത പുതിയ അക്ഷരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വള്ളിപുള്ളികൾ പോലും ഇല്ലായിരുന്നു എന്ന് പറയുന്ന ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഹറക്കാത്തുകളായിരിക്കും. ഹറക്കാത്തുകൾ എന്നത് അറബി ഭാഷ അറിയുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഗതിയല്ല. വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ അറബി അറിയാത്ത സമൂഹങ്ങളിലേക്ക് പ്രചരിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് വായന എളുപ്പമാകുന്നതിന് വേണ്ടി അതിന്റെ അക്ഷരങ്ങളുടെ മുകളിൽ ചേർക്കുന്ന ചില അടയാളങ്ങളാണ് ഹറക്കാത്തുകൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് അറബി ഭാഷയിൽ അ എന്നെഴുതുന്നതും ഇ എന്നെഴുതുന്നതും ഉ എന്നെഴുതുന്നതും ഇ എന്നെഴുതുന്നതും ഖുർആൻ അവതരിക്കുന്നത് വരെ അല്ലെങ്കിൽ ഖുർആൻ അവതരിച്ച ഘട്ടത്തിലും ഒരേ രൂപത്തിലായിരുന്നു. അറബി വ്യാകരണം അറിയുന്ന, അറബി ഭാഷാ നിയമങ്ങള് ഉപബോധ മനസ്സിലുള്ള ഒരാൾക്കും അത് തെറ്റി വായിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഒരാളുടെ പേര് പറയുകയാണെങ്കിൽ നമ്മള് റഫീഖുൻ, ഉദാഹരണത്തിന് ഒരാളുടെ ഒരു വാക്ക്, അറബി വാക്ക് പേരായിട്ടൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് റഫീഖുൻ. അതിൽ ആദ്യത്തെ അക്ഷരത്തിന് ഫതഹും രണ്ടാമത്തെ അക്ഷരത്തിന് കസ്റും അതിനുശേഷം യാവും പിന്നെ അവസാനം ഖാഫ് എന്ന അക്ഷരത്തിന് ലമ്മും. ഈ വിധത്തിലാണ് ഭാഷ അറിയുന്ന, ഭാഷാ വ്യാകരണം അറിയുന്ന ആരും ആ അടയാളങ്ങളൊന്നും അവിടെ ചേർക്കപ്പെട്ടിട്ടില്ലെങ്കിലും വായിക്കാം. പക്ഷെ ഇത് അറബി അറിയുന്നവർക്കോ അറബികൾക്കോ മാത്രമേ കഴിയുള്ളൂ. അറബി ഭാഷയുടെ വ്യാകരണം അറിയാത്ത, ഭാഷാപരമായ കാര്യങ്ങള് ഒരു വളരെ സ്വാഭാവികതയിൽ മനസ്സിൽ ആക്ട് ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് അറബി ഖുർആൻ ഓതാനൊക്കെ വേണ്ടി പഠിച്ചു തുടങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റഫീഖുൻ എന്ന് എഴുതിയാൽ അത് റഫീഖുൻ എന്ന് തന്നെ വായിക്കണം എന്ന് അറിഞ്ഞോളുന്നില്ല. അവര് വേണമെങ്കിൽ റിഫിയഖുന്നോ
അല്ലെങ്കിൽ റിഫിയഖി എന്നോ റിഫിയഖ എന്നോ ഒക്കെ വായിക്കാം. കാരണം അത് ഇങ്ങനെയൊക്കെ വായിക്കാൻ വേണ്ടിയും എഴുതുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ അറബി അറിയുന്നവർ അത് റഫീഖിനെ വായിക്കുള്ളൂ, റഫീഖുൻ എന്നാണ് അത് വായിക്കുക. അറബി ഭാഷ അറിയാത്തവര് ഈ ഹറക്കാത്തുകള് ഉണ്ടെങ്കിലേ അവർക്കത് ശരിയായ വിധത്തിൽ വായിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഖുർആൻ ലോകത്തിന്റെ അനറബി സമൂഹങ്ങളിലേക്ക് പ്രചരിക്കാൻ തുടങ്ങിയ ഘട്ടത്തില് അവർക്ക് അതിന്റെ വായന എളുപ്പമാക്കാൻ വേണ്ടി ചേർക്കപ്പെട്ട അടയാളങ്ങളാണ് ഈ ചിന്മയെ ഉദ്ദേശിക്കുന്ന വള്ളിപുള്ളികൾ എന്നൊക്കെ പറയുന്ന സംഗതികൾ. ഈ കാര്യങ്ങള് ഇല്ലാതെ തന്നെ അറബി അറിയുന്നവർക്ക് ഇപ്പൊ നിങ്ങള് ഇന്ന് ഇറങ്ങുന്ന പുസ്തകങ്ങൾ പോലും അറബികൾക്കിടയിൽ ഇറങ്ങുന്ന പുസ്തകങ്ങൾ, അറബി ഭാഷയിലുള്ള പത്രം ഒക്കെ ഒന്ന് എടുത്ത് നിവർത്തി വെച്ച് നോക്കൂ, അതിലൊന്നും ഹരക്കത്ത് കാണൂല. അറബി അറിയുന്നവർ അതങ്ങ് ഭംഗിയായിട്ട് വായിക്കും, അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. പത്രത്തിന്റെ തലക്കെട്ടിൽ നിങ്ങൾ ഹറക്കത്ത് കാണാറുണ്ടോ? അറബി പത്രം ഒന്ന് എടുത്ത് നോക്കൂ, ഓൺലൈനായിട്ട് ഏതെങ്കിലും ഒരു അറബി പത്രം, റിയാദോ അല്ലെങ്കിൽ അതുപോലെ ഉള്ള പത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കൂ. ഓൺലൈൻ പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാം അതിന്റെ തലക്കെട്ടുകളിലൊന്നും ഹറക്കത്തുകൾ ഉണ്ടാവില്ല. അതിന്റെ അകത്ത് ന്യൂസിന്റെ ഭാഗത്ത് ടെക്സ്റ്റിലൊന്നും ഉണ്ടാവില്ല. ഖുർആന്റെ പ്രചാരണത്തിന് വേണ്ടി, അതും അറബി അറിയാത്തവർക്കിടയിൽ അതിന്റെ വായന എളുപ്പമാക്കുന്നതിന് വേണ്ടി ചേർക്കപ്പെട്ട ചില അടയാളങ്ങളാണ്. ഇത് അക്ഷരങ്ങളല്ല. അത് ഇല്ല എന്ന് കരുതിയിട്ട് വായന അറബി ഭാഷ അറിയുന്നവർക്ക് തെറ്റുമില്ല. ഇതാണ് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. തുടർന്ന് അദ്ദേഹം ചോദിക്കുന്നത്, അതുകൊണ്ട് വായിക്കാൻ അറിയില്ലായിരുന്നു എന്ന ഒഴിവ് കഴിവ് വ്യാജ പ്രസ്താവനയല്ലേ? ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഉള്ളത് പറയണല്ലോ. ഖുർആൻ അറബി ഭാഷയ്ക്ക് അക്ഷരങ്ങൾ മുഴുവനായിരുന്നില്ല, വള്ളിപുള്ളി ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്ന അദ്ദേഹം പറഞ്ഞ അതൊന്നും ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്ഷര ജ്ഞാനം ഇല്ലാത്ത ആളായിരുന്നു എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് തമ്മിലുള്ള ബന്ധം എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല. അറേബ്യയിലെ ജനസംഖ്യയിൽ അക്ഷരം അറിയുന്നവര്, എഴുത്തും വായന അറിയുന്നവര് കുറവായിരുന്നു അക്കാലത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, മക്കയിൽ ജീവിച്ചിരുന്ന ധാരാളം ആളുകള് ആ കാലഘട്ടത്തിൽ നിരക്ഷരരായിരുന്നു, എഴുത്തും വായന അറിയാത്തവരായിരുന്നു. എഴുത്തും വായനയും അറിയുന്നവരായിരുന്നു എണ്ണത്തിൽ കുറവുണ്ടായിരുന്നത്. അവരെ എളുപ്പത്തിൽ സ്പോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെയുള്ള ആളുകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി രേഖപ്പെടുത്തുന്ന കാത്തിബുകളായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. തന്റെ അനുയായികളുടെ കൂട്ടത്തിൽ എഴുത്തും വായനയും അറിയുന്ന ആളുകളെ ആ നിലക്ക് കാത്തിബുകളായിട്ട് വഹി എഴുതി വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമതലപ്പെടുത്തി, കത്ത് എഴുതാൻ ചുമതലപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ട ആളുകൾക്ക് അവരുടെ മോചനദ്രവ്യമായിട്ട് ചിലർക്കൊക്കെ അംഗീകരിച്ചു കൊടുത്തത് നിർണിത എണ്ണം ആളുകൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഇടപെടലുകൾ നടത്തിയതായിട്ട് കാണാൻ കഴിയും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്ത് അക്ഷരജ്ഞാനം നേടിയിട്ടുണ്ട്, എഴുത്തും വായനയും പഠിച്ചിട്ടുണ്ട്, എഴുത്തും വായനയും പഠിക്കാതെ അല്ല അദ്ദേഹം മരിച്ചു പോയത് എന്നൊക്കെ ചിലര് നിരീക്ഷിക്കുന്നത് ഇസ്ലാമിക സ്രോതസ്സുകളിൽ തന്നെ കാണാൻ കഴിയും. പക്ഷെ അത് പലരുടെയും തെറ്റായ നിഗമനമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുക. വിലയിരുത്തി കഴിഞ്ഞാൽ അത് അതിനെ പറ്റിയിട്ടുള്ള രേഖകൾ ഹദീസുകളിലുള്ള സൂക്ഷ്മമായ വിശകലനം നടത്തിയാൽ മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വഫാത്ത് വരെ എഴുത്തും വായനയും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹുദൈബിയ സന്ധിയില് കരാറ് പത്രത്തില് ഒരു തിരുത്തല് മക്ക മുശ്രിക്കുകൾ ആവശ്യപ്പെട്ട പ്രകാരം അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന പ്രയോഗം മാറ്റിയിട്ട് അബ്ദുള്ളയുടെ മകൻ എന്ന വിധത്തിലാക്കാൻ നിർദ്ദേശിക്കപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചുകൊണ്ട് അങ്ങനെ എഴുതാൻ നിർദ്ദേശിച്ചു. അത് എഴുതിയിരുന്നത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആ കരാർ പത്രത്തില് മുഹമ്മദുൻ റസൂലുള്ള എന്ന വാക്ക്, റസൂലുള്ള എന്നത് ഒഴിവാക്കി അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളായിട്ട് പ്രശ്നമില്ലല്ലോ എന്നാണ് മക്ക മുശ്രിക്കുകൾ പറഞ്ഞത്. അപ്പൊ അത് മാറ്റിയിട്ട് ഇബ്നു അബ്ദുള്ള എന്ന ആക്കാൻ വേണ്ടി അവരാവശ്യപ്പെട്ട പ്രകാരം അത് വെട്ടിത്തിരുത്താൻ
പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു അതിന് സന്നദ്ധനായില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന ആ പ്രയോഗത്തെ വെട്ടിമാറ്റാൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ ആ ദൃഢവിശ്വാസം അനുവദിച്ചില്ല എന്നൊരു സംഭവം ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ സ്ഥാനം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് വെട്ടിമാറ്റുകയും ചെയ്തു എന്നതാണ് പരമാവധി അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അക്ഷരജ്ഞാനമില്ലാത്ത ഒരാൾക്കും ഏതെങ്കിലും ഒരു ലിഖിതത്തിന്റെ ഒരു ഭാഗം അങ്ങ് വെട്ടിമാറ്റാൻ ഒരു പ്രയാസമില്ല. അത് കാണിച്ചു കൊടുത്താൽ മതി ആരെങ്കിലും. റസൂലുള്ള എന്നുള്ള പ്രയോഗം ഏതാണ് എന്നത് ആരോ കാണിച്ചു കൊടുത്തിട്ട് ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വെട്ടിമാറ്റി എന്നോ, അതല്ലെങ്കിൽ വേറെ ഏതോ ഒരു കാത്തിബ് അത് കത്ത് ഈ രേഖ തയ്യാറാക്കാൻ സന്നദ്ധരായിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാള് അത് വെട്ടിമാറ്റി എന്നോ മനസ്സിലാക്കുന്നതിന് യാതൊരു പ്രയാസമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരക്ഷരതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് അള്ളാഹു അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംവിധാനത്തിൽ ആ രീതിയിൽ നിർണയിച്ചതാണ്. വിശുദ്ധ ഖുർആന്റെ തന്നെ ആവശ്യത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ നിരക്ഷരതയിൽ തന്നെ നിലനിൽക്കണം എന്നത് അള്ളാഹുവിന്റെ ഒരു നിശ്ചയമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഖുർആന്റെ എഴുജാസ് ബാക്കിയുള്ളവർക്ക് വെളിപ്പെടുന്നതിന് കൂടി വേണ്ടിയായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഷരവിരോധി ആയതുകൊണ്ടൊന്നുമല്ല. അദ്ദേഹം പലർക്കും അക്ഷരജ്ഞാനം ഉണ്ടാകാൻ വേണ്ട വഴി ഒരുക്കി കൊടുത്തതും അത് നിബന്ധനയാക്കി വെച്ചുകൊണ്ട് പലർക്കും തടവുകാരായ അവസ്ഥയിൽ മോചനം നൽകിയതും ഒക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തില് അള്ളാഹു അങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതില് അസാധാരണത്വമൊന്നും പറയത്തക്ക ഇല്ല. കാരണം ആ കാലഘട്ടത്തില് സാക്ഷരതയുള്ളവര് ആണ് കുറവ്. വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ എഴുത്തും വായനയും അറിയുമായിരുന്നുള്ളൂ എന്നതാണ് വസ്തുത. അതും വളരെ വലിയ സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടായിരുന്ന കുടുംബങ്ങളിലെ ഒറ്റപ്പെട്ട ആളുകൾക്ക് മാത്രമേ അങ്ങനെയൊക്കെയുള്ള പ്രിവിലേജ്, എഴുത്തും വായനയും പഠിക്കുക എന്ന പ്രിവിലേജ് ഒക്കെ സാധിച്ചിരുന്നുള്ളൂ എന്നതാണ് വസ്തുത. അപ്പൊ ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചിന്മയൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹുദാവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.